ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. പിന്നെ ഞാൻ വീണ്ടും ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേരെന്നോട് ഗോതമ്പ് പൊടി വെച്ചുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ മുട്ടയില്ലാതെയുള്ള പ്ലം കേക്ക്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കിൻ്റെ റെസിപ്പീസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതായത് ഗോതമ്പ് പൊടി വെച്ച് മുട്ടയില്ലാതെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക്. ഇനി നിങ്ങൾക്കിത് മുട്ട ചേർത്തിട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്, എന്നാൽ സാധാരണ പ്ലം കേക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലം കേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കാരമൽ സിറപ്പ് തയ്യാറാക്കണം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഗ്രാമിലുള്ള അളവ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നിങ്ങൾ സ്പൂണിട്ട് ഇളക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇടയ്ക്ക് പാനൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ പഞ്ചസാര ഫുള്ള് അലിഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. ആ സമയത്ത് സ്പൂണിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെക്കാം. ഈ കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ പ്ലം കേക്കിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ ആണ്. അപ്പം 4 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ സാധാരണ മൈക്രോവേവിൽ വെച്ചിട്ട് 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മൈക്രോവേവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര അലിഞ്ഞ് വരുന്ന സമയത്ത് വേറൊരു അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഈ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, തണുപ്പ് മാറി ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഈ വെള്ളം ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ പഞ്ചസാര കണ്ടോ ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോൾ അത് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെ ബ്രൗൺ ആയി കിട്ടും. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ഒന്ന് നിറം മാറിയതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഇളക്കണം. കാരണം അല്ലെങ്കിൽ ഈ പഞ്ചസാര നിറം മാറുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പുകയാൻ തുടങ്ങും. ഇപ്പോൾ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ പുക വരുന്ന പോലെ ഉണ്ട്. പിന്നെ നമുക്ക് തീ കുറച്ചിട്ടിട്ട്, അതായത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഈ കാരമൽ സിറപ്പിൻ്റെ നിറം നല്ല ബ്രൗൺ കളറായിരിക്കണം. അതായത് ഡാർക്ക് ബ്രൗൺ കളറാണെങ്കിൽ മാത്രമേ കേക്കിനും ആ ഒരു നിറം കിട്ടത്തുള്ളൂ. അപ്പം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ സിറപ്പിന് അതുപോലെ നിറം മാറുമ്പം കയ്പ്പ് വരത്തില്ലേന്ന് നമുക്ക് തോന്നും. പക്ഷേ കേക്കിന് ആ കയ്പ്പ് ഉണ്ടാവത്തില്ല. സിറപ്പിന് മാത്രമേ കയ്പ്പ് ഉണ്ടാവുള്ളൂ. അത് കേക്കിൽ ചേർത്ത് കഴിയുമ്പോൾ ആ കയ്പ്പ് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ ഈ സിറപ്പിൻ്റെ നിറം കേട്ടോ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം. കുറച്ച് കുറച്ചായിട്ട് ഒന്ന് മാറി നിന്നിട്ട് ഒഴിക്കുക. കാരണം വെള്ളം ഒഴിക്കുന്ന വഴിക്ക് ഇപ്പോൾ കാണുന്ന പോലെ നല്ലതായിട്ട് ഇങ്ങനെ തെറിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും തെറിക്കാതെ ശ്രദ്ധിച്ച് ഒഴിക്കണം. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യാം. ഈ സമയത്ത് ഈ സിറപ്പ് കുറച്ച് ലൂസായിട്ട് വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് നിങ്ങൾ വീണ്ടും ഇത് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ സിറപ്പ് കുറുകി കിട്ടും. ഇപ്പോൾ ഈ സിറപ്പ് ഞാൻ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇപ്പോൾ ഇത് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി. കാരണം ഈ സിറപ്പ് നമ്മൾ തണുത്തതിന് ശേഷമാണ് കേക്കിലേക്ക് ചേർക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി കുറുകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കുറുക്കി വെച്ചാൽ മതി. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 1 മണിക്കൂർ എടുക്കും ഇത് നന്നായിട്ട് തണുത്ത് കിട്ടാൻ. അതിന് ശേഷം നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം. ഗോതമ്പ് പൊടി വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ പരന്ന കേക്ക് ടിൻ എടുക്കുന്നതാണ് നല്ലത്, ഹൈറ്റിലുള്ള കേക്ക് ടിന്നിനേക്കാളും. അതാണ് കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടുന്നത്. കേക്ക് കുറച്ച് പരന്നിട്ടായിരിക്കും ഇരിക്കുന്നത്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയും സൈഡിലും വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പിൻ്റെ കേക്ക് ആകുമ്പം സൈഡൊക്കെ ചിലപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ പേപ്പർ വെക്കുന്നത്. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ പാനിൻ്റെ താഴെ കുറച്ച് എണ്ണയോ ബട്ടറോ ഒന്ന് തേക്കുക. എന്നിട്ട് കുറച്ച് മൈദ ഇട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്താൽ മതി.
ഇതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുവാണ്. എന്നിട്ട് ആ പാനിൻ്റെ താഴെയും സൈഡിലും നന്നായിട്ട് ആ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ താഴെയും സൈഡിലും വെച്ച് കൊടുക്കാം. എണ്ണ മാത്രം തേച്ചിരിക്കുന്ന കാരണം ആ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ പെട്ടെന്ന് തന്നെ അങ്ങ് ഒട്ടിയിരിക്കും. ഒട്ടുന്നില്ലാന്ന് തോന്നിയാൽ കുറച്ചും കൂടി എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. കേക്ക് ഇന്ന് കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. താഴെ ഒരു ചെറിയ ലെയർ ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്റ്റീൽ റിങ്ങോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതാദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അതിന് ശേഷമാണ് നമ്മൾ കേക്ക് ബാറ്റർ ഇതിനകത്തോട്ട് വെക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കുക്കർ അടയ്ക്കുവാണ്. ഈ കുക്കറിൻ്റെ വാഷർ ഇട്ടിട്ടുണ്ട്, പക്ഷേ വെയിറ്റ് ഇടാൻ പാടില്ല. വെയിറ്റ് ഇല്ലാതെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസ് ചേർക്കണം. ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു നുള്ള് അയമോദകവും കൂടി ചേർക്കുന്നുണ്ട്. അയമോദകം എന്ന് പറഞ്ഞാൽ കാരവേ സീഡ്സ് അല്ലെങ്കിൽ അജ്വൈൻ സീഡ്സ് ആണ്. എല്ലാവരും ഇത് ചേർക്കാറില്ല, പക്ഷെ ഞാൻ എപ്പോഴും പ്ലം കേക്കിൽ അത് ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേ കറക്റ്റായിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ അജ്വൈൻ സീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം ചേർത്തും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയും ഈ സ്പൈസസും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. ആ സ്പൈസസ് എല്ലാം പഞ്ചസാരയുടെ കൂടെ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ പഞ്ചസാര ഇവിടെ നന്നായി പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ടൊരു ബൗളിൽ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ കേക്കിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണം. എല്ലാവരും ചോദിക്കാറുള്ളതാണ് ഒരെണ്ണം മാത്രം ബേക്കിംഗ് സോഡ മാത്രം മതിയോ എന്നൊക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, രണ്ടും വേണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കണം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മാവിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഈ മാവിന് നമ്മൾ ഒന്ന് അരിച്ചും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് ഒരു അരിപ്പ വയ്ക്കുക. അതിനകത്തോട്ട് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇത് അരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മൈദ വെച്ചുള്ള കേക്ക് പോലെയല്ല, ഗോതമ്പ് പൊടി വെച്ചുള്ള കേക്ക് നമ്മൾ വെറുതെ അരിക്കാതെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കുകൾ പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല, കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അരിക്കുമ്പോൾ ഈ മാവിൽ കുറച്ച് എയർ വരും. ആ എയറോട് കൂടി പതുക്കെ മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പൊടി ഞാനിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അരിച്ചതിന് ശേഷം പിന്നെ സ്പൂണിട്ട് ഇളക്കുകയൊന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ മാറ്റി വെക്കാം. ഇനി കുറച്ച് വലിയൊരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേക്കിന് എപ്പോഴും നല്ലത്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തൈരാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് നന്നായി മാറിയതിന് ശേഷം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഈ കേക്ക് നിങ്ങൾക്ക് മുട്ട ചേർത്തിട്ടും ഉണ്ടാക്കാം. മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 1/2 കപ്പ് തൈരിന് പകരം 2 മുട്ട ചേർത്താൽ മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഈ 1/2 കപ്പ് തൈരിന് പകരം 2 മുട്ട ചേർത്താൽ മതി. ഇനി ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തൈരിൽ ചെറുതായിട്ട് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ബട്ടർ ആണെങ്കിലും ഇതേ അളവിൽ തന്നെ ഉരുക്കിയിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ ഒഴിച്ചാൽ മതി. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതൊന്ന് പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ മാവൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ശരിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് ഗ്രേപ്പ് ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ റമ്മോ വൈനോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതായാലും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ സിറപ്പ് നല്ല കുറുകി വന്നു. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സിറപ്പ് നിങ്ങൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും, പക്ഷെ കേക്കിന് ആ കയ്പ്പ് ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് ഇനി പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചസാര ചേർത്തും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം അരിച്ചു വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കട്ടിയായിപ്പോവും. പ്രത്യേകിച്ച് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതുപോലെ റൗണ്ടിന് എടുക്കുക, എന്നിട്ട് നടുക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ പൊടി അന്ന് ചേർന്നാൽ മതി. അതിൻ്റെ കൂടെ ഒരുപാട് സമയം നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പതുക്കെ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഗോതമ്പ് പൊടിയെല്ലാം ചേർത്ത് ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കാം. ഞാൻ കുറച്ച് ബദാമും കുറച്ച് ഡേറ്റ്സും മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഉൾപ്പെടെ എല്ലാം എടുക്കാം. അതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഞാൻ വളരെ കുറച്ചാണ് ചേർക്കുന്നത്, കാരണം ഇവിടെ കുട്ടികൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ നേരത്തെ പ്ലം കേക്ക് ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാതെ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഈ ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച മാവ് ബേക്ക് ചെയ്ത് എടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പം ഈ ഫ്രൂട്ട്സ് അങ്ങ് താഴെ അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പൊടി എക്സ്ട്രാ കിടപ്പുണ്ടാവും. അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ചേർക്കണ്ട. ഈ ഫ്രൂട്ട്സ് മാത്രം എടുത്ത് ചേർത്താൽ മതി. അപ്പോൾ ഈ ബാറ്ററിലേക്ക് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഫ്രൂട്ട്സ് മാത്രം എടുത്ത് ചേർക്കുക. ആ എക്സ്ട്രാ കിടക്കുന്ന മാവ് ചേർക്കണ്ട. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം ഇളക്കണ്ട. ആ ഫ്രൂട്ട്സ് എല്ലാ സ്ഥലത്തും ഒന്ന് ആയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള മാവായിരിക്കും. അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ എടുക്കും. ഞാനിത് നേരത്തെ തയ്യാറാക്കി വെച്ച കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. നല്ല ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിടണം. അതായത് ചെറിയ തീയിലിട്ടിട്ട് 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ കുക്കർ ഒന്ന് തുറന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. റെഡി ആയിട്ടില്ലെങ്കിൽ 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്താൽ മതി. ഈ കുക്കറിൽ വാഷർ ഇട്ടിട്ടുണ്ട്, വെയിറ്റ് ഇട്ടിട്ടില്ല. വെയിറ്റ് ഇടാതെയാണ് അടച്ചു വെച്ച് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കേക്ക് ഞാൻ വെച്ചിട്ടിപ്പോൾ കറക്റ്റ് 33 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് കുറച്ച് മുന്നേ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ഒരല്പം കൂടി വേവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. മുകളിലൊക്കെ നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വരണം. അപ്പോൾ ഇത് നമുക്കിനി കുക്കറിൽ നിന്ന് മാറ്റി വെക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമേ പാനിൽ നിന്ന് മാറ്റാവുള്ളൂ. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. സൈഡിലിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ അങ്ങ് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകിപ്പോരും. ഏത് കേക്കായാലും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. എന്നാലേ കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ. ഞാൻ എടുത്തപ്പോൾ തന്നെ സൈഡ് ഇങ്ങനെ പൊടിഞ്ഞു വന്നു, കണ്ടോ? അത്ര സോഫ്റ്റാണ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തതുകൊണ്ടാണ് കേക്ക് ഇങ്ങനെ പരന്നിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. പക്ഷേ ഗോതമ്പ് പൊടി വെച്ചുള്ള കേക്ക് ആകുമ്പം കറക്റ്റായിട്ട് ബേക്കായി കിട്ടുന്നത് കുറച്ച് പരന്ന കേക്ക് ടിന്നിൽ ചെയ്താലാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ പ്ലം കേക്കൊക്കെ ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അന്നൂസ് കിച്ചൺ.